Welcome to Mahimas cooking class. In this video, Kothu Idli recipe. Kothu Idli ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 10 ഇഡ്ഡലിയാണ്. ബാക്കി വരുമ്പോൾ ഇഡ്ഡലിയൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഈ ഒരു 10 ഇഡ്ഡലിയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം, ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതേപോലത്തെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. Kothu Idli ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, പച്ചമുളക് എരിവ് കണക്കാക്കി ഇടാം. ഞാൻ ഒരു വലിയ പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. ഇനി ഒരു സവോള, പൊടിയായിട്ട് അരച്ച സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് സോഫ്റ്റായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കണം. 1/4 ടീസ്പൂൺ, 2 അല്ലി വെളുത്തുള്ളി എടുത്തേക്കുന്നത്, അത് പൊടിയായിട്ട് അരിഞ്ഞത്. 1 ടീസ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മുളക് പൊടി, ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഈ മസാല കരിഞ്ഞു പോകാതെ തന്നെ അപ്പം തന്നെ ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ടൊമാറ്റോ വെന്ത് ഉടയണം, പേസ്റ്റ് പോലാണ്, അതുവരെ വഴറ്റിയെടുക്കാം. അപ്പം നോക്കിയാൽ ടൊമാറ്റോസൊക്കെ നല്ല വെന്തുടനെ ഈ ഒരു പരുവായി. നമുക്ക് ഇഡ്ഡലി ചേർക്കാൻ സമയമായി. ഇഡ്ഡലി ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് കായം പൊടിയും കൂടെ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ കായം പൊടി. ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ഇഡ്ഡലി, 10 ഇഡ്ഡലിയാണ് എടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് റെഡിയാണ്. അധികം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കുക. മല്ലിയില, നന്നായിട്ട് മല്ലിയില ഇടാം. ലാസ്റ്റ് കുറച്ച് നാരങ്ങ നീരോടെ. ഇത് ഓഫ് ചെയ്ത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസോടൊക്കെ ചേർക്കാം. രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ബാക്കി വരുമ്പോൾ 4 മണിക്ക് ഒരു സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ Kothu Idli. ഒരു 5 മിനിറ്റിൽ താഴെ സമയം മതി നമുക്ക് Kothu Idli ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ 2 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് Mahimas cooking class.